Hello. Today we are going to talk about communication theory. ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബിഫോർ വി മൂവ് ഓൺ ടു ദ ഡീറ്റെയിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ്സ് തിയറി, വളരെ ചുരുക്കത്തിൽ അത് എന്താണെന്ന് ആദ്യം നോക്കാം. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ലൈക്ക് സെൻഡേഴ്സ്, റിസീവേഴ്സ്, ദ മെത്തേഡ്സ് ദേ യൂസ്, ഫീഡ്ബാക്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. അതിന് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. സെൻഡേഴ്സ്, റിസീവേഴ്സ്, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്, പിന്നെ ഫീഡ്ബാക്ക്, അതിനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി, എന്തുകൊണ്ട്, എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ചേർന്നതാണ് കമ്മ്യൂണിക്കേഷൻ തിയറി. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. പിന്നെ അതൊരു 2-way പ്രോസസ് ആണ്. ഒരാൾ പറയുക മാത്രമല്ല, അപ്പുറത്തു നിന്നുള്ള റെസ്പോൺസും കൂടെ വന്ന് കഴിയുമ്പോഴേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻസിനും നോൺ ഹ്യൂമൻസിനും ഒരുപോലെയുള്ള ഒരു സംഭവമാണ്. രസകരമായ ഇൻഫർമേഷൻസ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉറുമ്പുകൾ എങ്ങനെയാണ് ആഹാരം കണ്ടെത്താനായിട്ട് പോകുന്നത്. സിമിലർലി ഏതെങ്കിലും ഒരു കാക്കയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഒരു പ്രത്യേക രീതിയിൽ അത് കരയുമ്പോഴാണ് അത് കേട്ടിട്ട് ബാക്കി കാക്കകൾ വരികയും അവർ ഒത്തുകൂടുകയും അവർക്കിടയിൽ ഫുഡ് കണ്ടെത്തി എന്നുള്ളതിനാണെങ്കിൽ, അല്ലെങ്കിൽ എന്തൊരു ഡേഞ്ചർ കണ്ടെത്തി എന്നുള്ളതിനാണെങ്കിൽ, ഇതിനെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൗണ്ട്സ് ആണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അത് ഹ്യൂമൻസിനും നോൺ ഹ്യൂമൻസിനും ഒരുപോലെ ബാധകമായിട്ടുള്ള സംഭവമാണ്. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അവരവരുടേതായ രീതിയിൽ. അതിൽ നമ്മളിവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഹ്യൂമൻസിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ്. Now let us look into the various components that are involved in the communication process. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ 8 കമ്പണൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. സോഴ്സ്, സെൻഡർ, ചാനൽ, റിസീവർ, ഡെസ്റ്റിനേഷൻ, മെസ്സേജ്, ഫീഡ്ബാക്ക്, കോണ്ടെക്സ്റ്റ്. യുദ്ധം എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ഇമാജിൻ ചെയ്യുക. ഒരു ആർമി ട്രൂപ്പ് സെൻട്രൽ കമാൻഡിലേക്ക് അവർക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. സോ ആ ആർമി ട്രൂപ്പില് ഹെഡ് എവിടെ നിന്നാണോ ആ ഇൻഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ സോഴ്സ്. ആ പേഴ്സൺ ആയിരിക്കും ആ സോഴ്സ്. സെൻഡർ എന്ന് പറയുന്നത് ആ സോഴ്സ് ഉപയോഗിക്കുന്ന ട്രാൻസ്മിറ്റർ ആണ്. ഒറിജിൻ ചെയ്യുന്നത് എവിടെയോ അത് സോഴ്സ്, അത് സെൻഡ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണോ അത് സെൻഡർ. പിന്നെ ചാനൽ, ദ മീഡിയം ത്രൂ വിച്ച്, അത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആകാം, വൈഫൈ ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് ഈസ് ദ ചാനൽ. ദെൻ റിസീവർ, റിസീവിംഗ് എൻഡിലുള്ള മെഷീൻ, ദാറ്റ് ഈസ് ദ റിസീവർ. പിന്നെ ഡെസ്റ്റിനേഷൻ, ആ മെഷീൻ റിസീവ് ചെയ്ത് ഒരാൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ ഡെസ്റ്റിനേഷൻ. ടു ഹൂം ദ സോഴ്സ് ഇസ് ഇന്റെൻഡിങ് ടു സെൻഡ് ദ മെസ്സേജ്, അതാണ് ഡെസ്റ്റിനേഷൻ. മെസ്സേജ് ഇറ്റ് സെൽഫ്, ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ, അതാണ് മെസ്സേജ്. ഫീഡ്ബാക്ക്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് response by the destination. For example, acknowledging that okay, I received a message എന്നുള്ള acknowledgement പോലും ഒരു തരം ഫീഡ്ബാക്ക് തന്നെയാണ്. ചിലപ്പം ഒരു ക്വയറി ആയിരിക്കാം, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു, ഡെസ്റ്റിനേഷൻ അക്നോളജ് ചെയ്യുക, അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ ക്വയറി ചെയ്യുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി കോണ്ടെക്സ്റ്റ്, ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു യുദ്ധ പശ്ചാത്തലം ചിന്തിക്കാൻ പറഞ്ഞു. സോ ദാറ്റ് ഇസ് ദ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റും കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഒരു മെസ്സേജ് മീനിങ് ഫുൾ ആവത്തുള്ളൂ. കോണ്ടെക്സ്റ്റ് ഇസ് വാട്ട് കംപ്ലീറ്റ്സ് ദ മീനിങ് ഓഫ് ദ മെസ്സേജ്. അപ്പോൾ ഇതാണ് 8 കമ്പണൻസ്: സോഴ്സ്, സെൻഡർ, ചാനൽ, റിസീവർ, ഡെസ്റ്റിനേഷൻ, മെസ്സേജ്, ഫീഡ്ബാക്ക് ആൻഡ് കോണ്ടെക്സ്റ്റ്. പക്ഷേ കമ്മ്യൂണിക്കേഷനെ പറ്റി പറയുമ്പോൾ പറയാതെ പോകാൻ പറ്റാത്ത 3 ടേംസ് കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. These are the associated elements അല്ലെങ്കിൽ associated terms. ആദ്യത്തേത് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ the amount of uncertainty. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ നാളെ വരും എന്ന് പറയുന്നു. അപ്പോൾ നാളെ എപ്പോൾ വരും, എത്ര നേരം ഉണ്ടാകും, നാളെ സ്റ്റേ ചെയ്യുന്നു. എമൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി ആ ഒരു മെസ്സേജിലുണ്ട്. ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ആ ക്ലാരിറ്റി കുറവ് എന്ന് പറയുന്നതിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പറയുന്ന പോലെ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം മെസ്സേജസിൽ എൻട്രോപ്പി ഉണ്ടാവില്ല. പക്ഷേ ദാറ്റ് ഡിപെൻഡ്സ്. ഇനി റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ റെഡ്യൂസ് ചെയ്യാവുന്ന സാധനം. പലപ്പോഴും അത് റെപ്പറ്റീഷൻ ആണ്. അതായത് ആവശ്യമില്ലാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഫോർ എക്സാമ്പിൾ, വാട്ട് വാസ് യുവർ ലഞ്ച് ടുഡേ എന്ന് ഞാൻ ചോദിച്ചു എന്ന് വെച്ചു. ഐ ഹാഡ് മീൽസ് ആസ് മൈ ലഞ്ച് ടുഡേ എന്ന് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നു. അതിന് പകരം മീൽസ് എന്ന് മാത്രം പറഞ്ഞാലും എനിക്ക് കാര്യം മനസ്സിലാവും. സോ ഐ ഹാഡ് മീൽസ് ടുഡേ എന്ന് പറയുന്ന അത്രയും നീട്ടി പറയണം എന്നില്ല. കാരണം ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് മീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ റെസ്റ്റ് ഓഫ് ഇറ്റ് റെഡ്യൂസ് ചെയ്യാവുന്ന വാക്കുകളാണ്, ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഈ റിഡൻഡൻസി പലപ്പോഴും നമ്മുടെ സംഭാഷണത്തിൽ നോയിങ്ലിയും അല്ലാതെയും വരാം. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ലെക്ചേഴ്സിലും അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോഴും കൃത്യമായിട്ടൊരു പ്ലാനോടെ അല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞോ ഇല്ലയോ എന്ന് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും. വീണ്ടും വീണ്ടും അതേ പോയിന്റ് റിപ്പീറ്റ് ചെയ്തു എന്ന് വരും. അപ്പോൾ അതൊക്കെയാണ് റിഡൻഡൻസിയിൽ വരുന്നത്. അടുത്ത എലിമെന്റ് നോയ്സ്.
അൺഡിസൈർഡ് ഇന്റർഫറൻസ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ. നോയ്സ് എന്ന് പറയുമ്പോഴേക്കും ശബ്ദം എന്നൊരു അർത്ഥമാണ് ആദ്യം മനസ്സിൽ വരിക. കാരണം നോയ്സിന്റെ മീനിങ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും ഈ ഒരു തിയറി പ്രകാരം ശബ്ദം മാത്രമല്ല. നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ പേര് പിറുപിറുക്കുന്നു, അപ്പുറത്ത് വേറെ സംസാരം, ഇതൊക്കെ വരുമ്പോഴേക്കും ഒരു ഡിസ്റ്റർബൻസ് ആണ്. അത് നോയ്സ് ആണ്. ബിക്കോസ് ദാറ്റ് ഈസ് ഡിസ്റ്റർബിംഗ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ് ഹു ആർ ലിസണിങ് ടു ദ ടീച്ചർ. അപ്പം ശബ്ദം നോയ്സ് ആകാം. അതേപോലെ അൺഡിസൈഡ് ആയിട്ടുള്ള ഏത് തരം ഇന്റർഫറൻസിനെയും നോയ്സ് എന്ന് പറയുന്നു, ഇൻക്ലൂഡിംഗ് സൗണ്ട്. ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക്, ബട്ട് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Now before you go, if you like my video, please don't forget to subscribe and click on the bell icon. Thank you.